ഒരു നാട് വളരുന്നത് അവിടുത്തെ ആൾക്കാരുടെ മനസ്സ് വളരുമ്പോഴാണ്. പിറന്ന നാടും വളർന്ന മണ്ണും വിട്ട് സ്വന്തം ശരീരവും മനസ്സും കടൽ കടന്ന് മണലാരണ്യത്തിൽ ചെലവഴിച്ച് പ്രവാസ ലോകത്തെ തൻ്റെ ഉത്തരവാദിത്തമായി നെഞ്ചിലേറ്റി ഹൃദയവിശാലത കൈവരിച്ചവർ. സ്വന്തം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമ്പോൾ തൻ്റെ നാടിനെയും കൈപിടിച്ചുയർത്തിയവർ. നാടിൻ്റെ വളർച്ച എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെയും അവർ കെട്ടിപ്പടുത്തിയ കൂട്ടായ്മയുടെയും കഥയാണിത്. റയാനെ, റയാനെ. ആ ഉപ്പ, അതല്ല ഉപ്പ, ഇതെന്തേ? അത് മോനെ, നമ്മുടെ നാട്ടില് കുറേ ആൾക്കാർ, അനവധി ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലെ മണലാരണ്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു നമ്മുടെ നാട്ടിന് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ. ആ കഥ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഉപ്പ, ഇത്ര ആൾക്കാർ നമ്മളെ നാട്ടിൽ നിന്ന് ദുബൈക്ക് പോയിനല്ലേ? അവിടെ എന്തുള്ള? വലൈക്കും സലാം. അൽഹംദുലില്ലാ, സുഖം. എപ്പോ വന്നത്? ഞാൻ 2 ദിവസം വന്നിട്ട്. അതെയാ, കുറെ ദിവസം ഉണ്ടാവും. അപ്പൊ മറ്റൊന്ന് പോണം, പരിപാടിയെല്ലാം ഉണ്ടല്ലോ നമ്മളവിടെ. റയാനെ, നീ എടുക്കലാ പായുന്നേ? ഓക്കേ. റയാനെ, നീ നേരത്തെ ചോദിച്ചില്ലേ ഇത്രയെല്ലാം ആള് നമ്മളെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയിട്ട് എന്താക്കുന്നതെന്ന്? അതിനുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാം മുഞ്ചുള്ള പള്ളിയിലെ സ്കൂള്, മദ്രസ്, ഈ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ അവരെ കൂടി ഒരു സംഭാവനകൾ അതിലുണ്ട്. ഉപ്പക്ക് ദുബൈക്ക് പോകാൻ ആശയില്ലേ? ഉപ്പ എന്താ പോവാത്ത? ഉപ്പനെ കുറേ ആള് വിളിക്കുന്നുണ്ടല്ലോ. എനിക്ക് പണ്ട് കുറേ ആൾക്കാർ, കുടുംബക്കാരും നാട്ടുകാരെല്ലാം ഉണ്ടായിനാടെ. ഇപ്പോൾ ഒരു വിചാരിക്കുമ്പോൾ എന്തോ ആണ്. എങ്കിലും ഇൻഷാ അല്ലാ അനക്കുണ്ടാസ നമ്മളെ പരിപാടിയിലൂടാണ്. ഉപ്പ പോകുന്നെങ്കിൽ ഞാനും വരും. അബ്ദുൽ ഖാദർ വെറും ഒരു കഥയല്ല, നമ്മൾ ഓരോരുത്തരുടെയും പ്രതിബിംബമാണ്. നമ്മൾ ഓരോരുത്തരും ജീവിച്ച സത്യവും ഒന്നിച്ചു നേടിയ നേട്ടങ്ങളുമാണ്. ഉദുമ പടിഞ്ഞാറ് UAE കമ്മിറ്റിയുടെ ഇതുവരെയുള്ള യാത്ര, അതിനെ വിജയത്തിലേക്ക് നയിച്ചവരിൽ നിന്ന് തന്നെ കേൾക്കാം. പ്രവാസ ലോകത്തേക്ക് കടന്നു വരുന്ന ഓരോ നാട്ടുകാരനെയും കൈപിടിച്ച് നയിച്ച പ്രവാസി കൂട്ടായ്മയുടെ ജൈത്രയാത്രയുടെ കഥ. പഴയ കാല സംഭവങ്ങളിലേക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവെക്കാം. അതായത് 1975 ഇവിടെ ദുബായ് കമ്മിറ്റി, ഉദുമ പടിഞ്ഞാറ് മുഹിയുദ്ദീൻ ജമാഅത്തിൻ്റെ കീഴിലുള്ള ദുബായ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തത്. അത് രൂപം കൊടുക്കാനുണ്ടായ കാരണം നാട്ടിലെ പള്ളി, മദ്രസ, സ്കൂൾ നടത്തിപ്പിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരവസരത്തിലാണ് നമ്മുടെ മഹാനായ മർഹൂം PK ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നതും ഞങ്ങളോടൊക്കെ അതിന് പ്രവർത്തിക്കണം, ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിലെ അധ്യാപകനും ജമാഅത്ത് കമ്മിറ്റി മെമ്പറുമായ AM അബ്ബാസ് ഹാജി ദുബൈയിലേക്ക് വരുമ്പോൾ ആ നിർദ്ദേശം കൊടുത്ത് ദുബൈയിലേക്ക് എത്തുന്നു. അങ്ങനെ ദുബൈയിൽ വന്നിട്ട് ദുബൈ കമ്മിറ്റി രൂപം കൊടുക്കാനായി എൻ്റെ ജ്യേഷ്ഠൻ KK അബ്ദുറഹ്മാൻ ഹാജി, മർഹൂം KK അബ്ദുറഹ്മാൻ ഹാജിയുടെ റൂമിലേക്ക് വരികയും അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് മറ്റുള്ള ജമാഅത്തിൽപ്പെട്ട ആളുകളൊക്കെ വിളിച്ച് ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. വാഹന സൗകര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് യാത്രാ സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന സമയത്ത് ഉള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും
ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ UAE പല പ്രാന്തത്തിലേക്ക് പോവുകയും കൂടുതൽ അംഗങ്ങളെ ജമാഅത്ത് കമ്മിറ്റിയിലാക്കുകയും ആ ജമാഅത്ത് കമ്മിറ്റി പിന്നീട് ഞങ്ങളത് UAE കമ്മിറ്റിയാക്കി മാറ്റുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ തന്നെ ശാഖാ കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുകയും തലസ്ഥാനത്തിൽ ഷാർജയിലൊരു കമ്മിറ്റി, ദുബായിലൊരു കമ്മിറ്റി, അബുദാബി കമ്മിറ്റി, ദുബായ് കമ്മിറ്റി, ഇങ്ങനെ 3-4 കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ആദ്യം 1976 ലാസ്റ്റിലോ 77 ആയിട്ട് നമ്മുടെ നാട്ടിലെ പള്ളി ശ്മശാനത്തിൽ സൗകര്യം കുറഞ്ഞു. അതിന് തൊട്ടടുത്ത് വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്ന 1 ഏക്കർ സ്ഥലം ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിച്ചു. അതിനുള്ള പണം സ്വരൂപിച്ചത് UAE കമ്മിറ്റിയാണ്. പിന്നീട് ഞങ്ങൾ വരുന്നത് ബോംബെയിൽ കമ്മിറ്റിക്ക് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ അത് വാടകയ്ക്ക് അവിടെ താമസിക്കാൻ ആൾക്കാരെ കിട്ടും. അപ്പോൾ ഒരു വരുമാനം നാട്ടിലെ മാലിലേക്ക് പള്ളിയിലേക്ക് കിട്ടുമല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ ഒരു റൂം വിലക്ക് വാങ്ങണമെന്ന് നിർദ്ദേശം ബോംബെ കമ്മിറ്റി പ്രസിഡന്റ് മാർക്കൂം സുലൈമാൻ സാഹിബ് പറഞ്ഞതിന് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതും UAE കമ്മിറ്റി ഏറ്റെടുത്ത് അവരെ ദുബൈയിലേക്ക് വരുത്തി. നാട്ടില് നമ്മള് പെണ്ണുങ്ങൾക്ക് വേറെ പല സ്ഥലങ്ങളിലേക്ക് തന്നെ 6 മാസം ആകുമ്പോൾ പിരിവ് പോകുന്നതുകൊണ്ട് നമുക്ക് പോകാനായിക്കൂടെ നമ്മുടെ നാട്ടിൽ തന്നെ പിരിവ് കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ റിലീഫിൽ തുടക്കം കുറിച്ച് ആ റിലീഫ് തന്നെ ഇപ്പൊ ഇന്നത്തെ മാതിരി മീഡിയ പ്രദർശിച്ചില്ല കൊടുക്കല്. രഹസ്യമായിട്ട് ആളുകൾ കണ്ടെത്തി പിന്നെ ഓരോ ആൾക്കാരുടെ സ്ഥിതി മനസ്സിലാക്കിയിട്ട് അവർക്ക് ഈ കൊടുക്കും. 2016 ജനകീയമായിട്ട് മന്ത്രിനെയും മറ്റുമെല്ലാം ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട സാപ്പിയാജി ഉണ്ടായിട്ടുണ്ടാവുമെന്ന് അത് ഒരു വിപ്ലവകരമായിട്ട് നമ്മൾ നടത്തി. അതിനുശേഷം 2018 സ്പീഡ് വേ ഗ്രൂപ്പിന്റെ സപ്പോർട്ടോടെ 2016 മുതൽ സ്പീഡ് വേ കണ്ടിന്യൂ ആയിട്ട് 2016 ഉത്സവമായിട്ട് മാറ്റി. 2016 മുതൽ ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് സ്പീഡ് വേ നമുക്ക് വിദ്യാഭ്യാസ അവാർഡിന് വിദ്യാഭ്യാസ അതൊരു വിപ്ലവകരമായ മാറ്റം നമ്മളെ പടിഞ്ഞാറ് നടത്തിയിട്ടുണ്ട്. പടിഞ്ഞാറ് ഇനി പുതിയ കാര്യങ്ങളും പുതിയ പ്രവർത്തനമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഫാറൂഖൊക്കെ അതിന് മുൻപന്തിയിലെത്തി നിന്ന് പ്രവർത്തിക്കണം. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഏത് പാർട്ടിക്കാരനായാലും നിരക്കുള്ള, ഏത് രാഷ്ട്രീയക്കാരനായാലും നിരക്കുള്ള, ഏത് ഗ്രൂപ്പ് നമ്മൾ തന്നെ മുസ്ലിം സംഘടനകൾ ഒരുപാടില്ല, ജമാഅത്തെ ഇസ്ലാമി, വഹാബി, മുജാഹിദ്, തബ്ലീഗ്, സുന്നി, ഇങ്ങനെയൊക്കെയുള്ള ആ വിഭാഗീയത കാണാതെ നാടിന്റെ ഐക്യം, നമ്മുടെ സാഹോദര്യം, പരസ്പരം ആ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് കുടുംബബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ ജമാഅത്തിന്റെ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളൂ. UAEയിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഉദുമ പടിഞ്ഞാറിൻ്റെ സ്വന്തം സ്പീഡ് വേ അബ്ദുള്ളയുമായുള്ള അഭിമുഖം. എൻ്റെ പേര് അബ്ദുല്ല, സ്പീഡ് വേ അബ്ദുല്ല എന്നറിയപ്പെടുന്നു. സ്പീഡ് വേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ MD ആണ് ഞാൻ. UAEയിലേക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു യാത്ര ഉണ്ടായത്? അതിൻ്റെ ഒരു അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ? അതായത് ഞാൻ SLC വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ മഹാരാഷ്ട്ര ഭീവണ്ടിയിലുള്ള എൻ്റെ ഉപ്പാൻ്റെ ഹോട്ടലിലേക്ക് ഞാൻ പോയി. അതിൻ്റെ ശേഷം 1981 എൻ്റെ ബ്രദർ മൂസാജി ദുബായിൽ നിന്ന് ക്ഷണിച്ച പ്രകാരം ഞാൻ അവിടേക്ക് പോവുകയുണ്ടായി. ഓട്ടോ സ്പെയർ പാർട്സിലാണ് ബിസിനസ് തുടങ്ങിയത്. മുമ്പ് ദുബായിക്ക് പോവുക എന്നുള്ളത് യാത്രാ സൗകര്യങ്ങളൊക്കെ വലിയൊരു ചടങ്ങായിരുന്നു. ഉദാഹരണമായിട്ട് ഇപ്പം ഉദുമയിൽ നിന്ന് ബസ് കയറി ബോംബെക്ക് പോകണം. ബോംബെയിൽ പോയിട്ട് ദിവസങ്ങളോളം നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആവാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അന്ന് എയർപോർട്ട് ഓൺലി ബോംബെ മാത്രമായിരുന്നു ഞങ്ങൾ ആശ്രയിച്ചിരുന്നത്. ഇന്നത്തെ പോലെ മാംഗ്ലൂരോ കാലിക്കറ്റോ അതല്ലെങ്കിൽ നെടുമ്പാശ്ശേരി ഇതൊന്നും നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 100% ആണെങ്കിൽ അന്നത്തെ സൗകര്യങ്ങളൊക്കെ ഏകദേശം ഒരു 25 മുതൽ 30% വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പോകുന്ന യുവാക്കൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ? ഇന്ന് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അവർ പോയി എത്തിപ്പെടുന്ന മേഖലകളിൽ ഏത് കാറ്റഗറിയിലായാലും സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി കാര്യങ്ങൾ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി നമ്മോടൊപ്പം ചേർന്നതിന്. അസ്സലാമു അലൈക്കും. നന്ദി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 50 വർഷം പിന്നിടുമ്പോഴും ഉദുമ പടിഞ്ഞാറ് UAE കമ്മിറ്റി അതിൻ്റെ ആവേശവും സമർപ്പണവും ഒട്ടും കുറയാതെ ഒരുപാട് പേർക്ക് പ്രതീക്ഷയും തണലുമായി ഇന്നും പ്രവർത്തനങ്ങൾ തുടർന്നു പോരുന്നു. നിലവിലുള്ള ഭാരവാഹികളുടെ ഊർജം നാളേക്കുള്ള പ്രതീക്ഷകൾ വളർത്തുന്നു. നമ്മുടെ ഷാഫിച്ച, എസ്വംബാച്ച, മറ്റുള്ളവരൊക്കെ ചരിത്രത്തിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ പ്രസിഡന്റ് നിലയ്ക്ക് അഹമ്മദ് സാഹിബ് എന്താണ് നമ്മുടെ UAE കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു പദ്ധതികളെ കുറിച്ച് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും UAE കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷക്കുത്തുയരാൻ വേണ്ടി നമുക്ക് എല്ലായ്പ്പോഴും സാധിച്ചിട്ടുണ്ട്.
പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലും അതേപോലെ സാന്ത്വന പ്രവർത്തനത്തിലുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ പുരോഗതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ ഒരു അടിത്തറയാണ്, ഒരു ദിശാബോധം നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സകല സൗകര്യങ്ങളും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് കൂടുതൽ ഇടപെടുന്നുള്ളത്. അതേപോലെ തന്നെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ കൈപിടിച്ച് ഉയർത്താനുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാറുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്താനുള്ള പല പദ്ധതികളും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വയോജന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, പ്രായം ചെന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യപരമായ പദ്ധതികളൊക്കെ നമുക്ക് ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്നുകൊണ്ട് നമുക്ക് പല പദ്ധതികളും ആവിഷ്കരിക്കാൻ വേണ്ടി സാധിക്കും. കമ്മിറ്റിയുടെ പ്രവർത്തകന്മാരിൽ 90% യുവാക്കളാണ്. കമ്മിറ്റിയുടെ ബാക്ക് ബോൺ തന്നെ വേണമെങ്കിൽ പറയാം, യുവ നേതൃത്വം. വളരെ ഫ്രഷ് മൈൻഡുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് പുതിയ ആശയങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പുതിയ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട്. അതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ നേതൃത്വത്തിൽ നമുക്ക് പിറകിൽ നിന്ന് അല്ലെങ്കിൽ ഒരു യുവാക്കൾ എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വളരെയധികം സന്തോഷമാണ്. നിങ്ങളുടെ സപ്പോർട്ടും നാട്ടുകാരുടെ സപ്പോർട്ടും കൊണ്ട് പല പദ്ധതികളും നമ്മളിപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും പിന്നെ ഇവിടെയുള്ള UAE-യിലുള്ള മെമ്പർമാർക്ക് കൂടുതൽ ഗുണകരമായ കാര്യങ്ങൾ, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ വരുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർക്ക് വേണ്ട ബെനിഫിറ്റ്സ് എന്തൊക്കെ ഇവിടെ ഈ UAE-യിൽ തന്നെ നിൽക്കുന്നവർക്കുള്ള ഏതൊക്കെ രീതിയിൽ, അത് ഏത് രീതിയിലായാലും, അതായത് വിദ്യാഭ്യാസത്തിന്റെ ആണോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആണോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടാണോ, UAE-യിലുള്ള മെമ്പേഴ്സിന്റെ നമ്മൾ ലിസ്റ്റ് എടുത്തിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പദ്ധതികളാണ് നമ്മളിപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൂർവികന്മാർ അടിത്തറയിട്ട അവിടെ പിൻഗാമികളിലൂടെ ഉയർന്നു വന്ന ഈ കൂട്ടായ്മ ഉദുമ പടിഞ്ഞാറ് മുഹീദ്ദീൻ UAE കമ്മിറ്റി 50 വർഷം പിന്നിടുന്ന ഈ വേളയിൽ അവർ അവരുടെ ത്യാഗങ്ങളും പരിശ്രമങ്ങളും കൊണ്ട് ഉണ്ടാക്കി വെച്ച മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ നമുക്കിന്ന് ഉദുമ പടിഞ്ഞാറ് കാണാവുന്നതാണ്. ഇനി നമ്മുടെ ഊഴമാണ്. അവർ കാണിച്ചെന്ന മാർഗത്തെയും അവർ സാധൂകരിച്ച കാര്യങ്ങളെയും ഒന്നുകൂടി മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം നമുക്ക് ആരംഭിക്കാം. ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ ഉന്നതിയിലുള്ള ഒരു പുതിയ ഉദുമ പടിഞ്ഞാറിനെ നമുക്കേവർക്കും ഒന്നായി ഉയർത്തിക്കൊണ്ടുവരാം ഇൻഷാ അല്ലാഹ്.